പ്രകൃതി രമണീയമായ കുരുത്തിച്ചാലും പരിസര പ്രദേശങ്ങളും പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ മാതൃകാപരമായ ശുചീകരണ യജ്ഞവുമായി ഫ്രണ്ട്സ് ക്ലബ്ബും വിദ്യാർത്ഥികളും കൈകോർത്തു. ഇത് 6ാം തവണയാണ് കുരുത്തിച്ചാൽ കേന്ദ്രീകരിച്ച് ഫ്രണ്ട്സ് ക്ലബ്ബ് ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കുമരംപുത്തൂർ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മണ്ണാർക്കാട് MS കല്ലടി കോളേജ് NSS വിഭാഗവും സംയുക്തമായാണ് ഒരുമയോടൊപ്പം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്ന പേരിൽ കുരുത്തിച്ചാലിൽ വിപുലമായ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചത്. ഏകദേശം 70ഓളം ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടിയിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ പഞ്ചായത്തിലെ മെമ്പർമാരും എല്ലാ സഹകരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് നമ്മുടെ പ്രദേശത്തുള്ള പോലീസ് ഇൻസ്പെക്ടറും അവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത് ഫ്രണ്ട്സ് ക്ലബിൻ്റെ മെമ്പർമാരുടെ മുന്നോട്ടുള്ള വരവാണ്. അതുപോലെ അതിലേക്ക് കോർഡിനേറ്റ് ചെയ്തു വന്ന NSSൻ്റെ സംഘടനാ ഭാരവാഹികളെയും അവരുടെ വിദ്യാർത്ഥികളെയും ഞങ്ങൾ അനുമോദിക്കുകയാണ്. പ്ലാസ്റ്റിക് എന്നത് നമ്മുടെ നാട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ്. പുഴകളും അതുപോലെ നമ്മുടെ പ്രദേശത്തെ കുളങ്ങളുമൊക്കെ വറ്റി വരണ്ടു തുടങ്ങുമ്പോഴാണ് അവിടെ വൃത്തികേടായി കിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മൾ കാണുക. ഈ ഒരു മഴക്കാലം വരുന്നതിന് മുമ്പായിട്ട് കുരുത്തിച്ചാൽ ക്ലീൻ ചെയ്യുക എന്നൊരു ഉത്തരവാദിത്തം മുൻകാലങ്ങളിലും ഫ്രണ്ട്സ് ക്ലബ്ബ് ചെയ്തിട്ടുണ്ട്. ഇത് 6ാം തവണയാണ് കുരുത്തിച്ചാൽ കേന്ദ്രീകരിച്ച് ഫ്രണ്ട്സ് ക്ലബ്ബ് ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അപകട മരണങ്ങൾ പതിവായതിനെ തുടർന്ന് നിലവിൽ ഇവിടെ പ്രദേശവാസികൾക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. എന്നാൽ വരാനിരിക്കുന്ന വർഷകാലത്തിന് തൊട്ടുമുൻപായി കുരുത്തിച്ചാൽ വെള്ളച്ചാട്ടവും പരിസരങ്ങളും പൂർണ്ണമായും ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ വിപുലമായ രീതിയിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്ന് ക്ലബ് ഭാരവാഹികൾ വ്യക്തമാക്കി. ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ഇവിടേക്ക് കുളിക്കാനും അലക്കാനൊക്കെ വിടണമെന്നുള്ളത്. ഈ സമയത്ത് പ്രദേശത്തെ ആൾക്കാർക്ക് നിയന്ത്രണം നീക്കിയതോടുകൂടി ഇവിടെ പല പ്ലാസ്റ്റിക്കുകളും ഒക്കെ അടിഞ്ഞുകൂടിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ വാർഡ് മെമ്പറും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബിൻ്റെയും MS കല്ലടി കോളേജിലെ NSS യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ ശുചീകരണ പ്രവർത്തനം നടക്കുകയാണ്. ഇവിടെ നമുക്കറിയാം പ്ലാസ്റ്റിക് മാലിന്യം പലപ്പോഴും നമ്മുടെ ഭൂമിക്ക് തന്നെ വലിയൊരു വിപത്തായി കഴിഞ്ഞ കാലമൊക്കെ മാറിയിട്ടുണ്ട്. ഈ കുരുത്തിച്ചാലിനെ സംബന്ധിച്ചിടത്തോളം കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 10,000 കണക്കിന് ആൾക്കാർക്ക് കുടിവെള്ള സ്രോതസ് എത്തുന്നുള്ള ഒരു ജലമാർഗമാണ്. അത് പലപ്പോഴും നല്ല രീതിയിൽ നിലനിൽക്കണം എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളൊക്കെ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ഇവിടെ വന്ന് ശുചീകരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ശുചീകരണ പ്രവർത്തനം നടക്കുന്നത്. ജൂൺ 5 നമ്മുടെ പ്രകൃതി സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിന് പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് കടക്കുമ്പോൾ ഇവിടെ അതിന്റെ ഒരു ആദ്യപടി എന്ന നിലക്കാണ് ഇവിടെ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് ഇവിടെ ശുചീകരണ പ്രവർത്തനം ഏർപ്പെടുന്നത്. എന്നാൽ ഇതിന് സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവരും പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ക്ലബ്ബ് പേരിൽ വലിയ നന്ദിയും കടപ്പാടും അറിയിക്കണം. മുൻകാലങ്ങളിൽ ഇവിടെയുണ്ടായ അപകടങ്ങളിൽ കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിലും ഫ്രണ്ട്സ് ക്ലബ് ഭാരവാഹികൾ സജീവ സാന്നിധ്യമായിരുന്നു. ശുചീകരണ യജ്ഞത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. സ്മിത, പഞ്ചായത്ത് സെക്രട്ടറി അർജുൻ, പഞ്ചായത്ത് അംഗങ്ങളായ G. സുരേഷ് കുമാർ, രജനി, ഇല്യാസ്, പ്രൊഫസർ ഷെരീഫ് തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. കുരുത്തിച്ചാലിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി ഫ്രണ്ട്സ് ക്ലബ് നിരന്തരം നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ ഏറെ അഭിനന്ദനാർഹമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. സ്മിത പറഞ്ഞു. എല്ലാ വർഷവും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ഫ്രണ്ട്സ് ക്ലബ്ബ് പള്ളിക്കുന്ന് അതുപോലെ MES കല്ലടി കോളേജിലെ NSSന്റെ കുട്ടികളും ചേർന്ന് നടത്തുന്ന ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെയധികം ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അവരെല്ലാ വർഷത്തിലും ഇങ്ങനെ നടത്താറുണ്ട്. എല്ലാ കാര്യത്തിലും പഞ്ചായത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യത്തിലും അവർ ഓടിയെത്തി എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ എന്നുള്ളത് കൊണ്ട് അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അഭിനന്ദനത്തിൽ ഒതുങ്ങുന്നതല്ല അവരുടെ ഈ പ്രവർത്തനം. പഞ്ചായത്ത് അംഗം G. സുരേഷ് കുമാർ അഭിനന്ദിച്ചു. അപ്പൊ ഇപ്പോ നിങ്ങൾ ഇത് കുരുത്തിച്ചാലിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ അറിയാൻ നമ്മുടെ തെളിഞ്ഞ വെള്ളത്തിലൊന്ന് ഒരു കുളിയൊക്കെ നടത്തി ഇതിന്റെ ഔഷധ ഗുണമുള്ള ജലത്തെയൊക്കെ ഉപയോഗിക്കുക. കാലവർഷമായ നമുക്ക് ഇങ്ങോട്ട് കയറുന്നു വരാൻ കഴിയില്ല. നിരവധിയായിട്ടുള്ള അപകട മരണങ്ങൾ ഇവിടെ നടന്ന പ്രദേശങ്ങളാണ്. ഈ പാറക്കെട്ടുകൾക്കുള്ളിലൊക്കെ അഗാധമായ ഗർത്തങ്ങളുണ്ട്. ഇപ്പോഴും സൂക്ഷിക്കണമെന്നാണ് ഇല്യാസ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ ആഴമുള്ള ഭാഗങ്ങളുണ്ട്. അവിടേക്ക് ഇറങ്ങാതെ സൂക്ഷിക്കണം എന്നതാണ് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഈ പ്രവർത്തനം. NSSന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കേവലം ഒരു ഗ്രേസ് മാർക്ക് എന്നതിനപ്പുറത്ത് മനുഷ്യബന്ധങ്ങളെ
മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ സഹായമില്ലാതെ ഈ ലോകത്ത് ഭൂമിയിൽ ജീവിക്കാനാകില്ല എന്നതാണ് വസ്തുത. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി അർജുൻ, ഫ്രണ്ട്സ് ക്ലബ് സെക്രട്ടറി സജീർ വി പി, മുൻ ക്ലബ് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത്, ട്രഷറർ സജീർ കെ, പ്രോഗ്രാം കോർഡിനേറ്റർ അനീസ് അബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സവാദ് കുത്തനിയിൽ, വൈശാഖ്, കെ അഷറഫ്, അമൽ, സിനാൻ, സുമേഷ് തുടങ്ങിയവരും NSS പ്രോഗ്രാം ഓഫീസർ ഷെരീഫ്, മറ്റ് NSS വിദ്യാർത്ഥികളും ശുചീകരണ യജ്ഞത്തിൽ സജീവമായി പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.